പ്രൊഫഷണൽ ലൈഫിലും വർക്ക് ലൈഫ് ബാലൻസിലും എന്റെ ഐഡൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാലൻ, എർലിംഗ് ഹാലൻ. ദിസ് ഗൈ ഈസ് ജസ്റ്റ് അനദർ ലെവൽ. അതായത് ഫുട്ബോൾ ഒരു പ്രൊഫഷണൽ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി നമ്മുടെ പകുതി ലൈഫ് ഡിവോട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് ഓരോ ക്ലബിലും അഗ്രിമെന്റ് ചെയ്തുമ്പോൾ അവർക്ക് പല പല നിബന്ധനകൾ ഉണ്ടാവും. അതായത് ഇന്നത് ചെയ്യരുത്, ഇന്ന ടൈം വരെ ഈ കൺട്രി വിട്ടു പോകരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബട്ട് ദിസ് ഗൈ നോ, ഹി ഈസ് ജസ്റ്റ് കെയർലെസ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ കുറിച്ചുള്ള എല്ലാ മീംസ് കാണാൻ ഇയാൾക്ക് സമയമുണ്ട്, യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ സമയമുണ്ട്, ട്രിപ്പ് പോകാൻ സമയമുണ്ട്, 8 തൊട്ട് 10 മണിക്കൂർ ഉറക്കാന്ന് പറയുന്നുണ്ട്. കണ്ട യൂട്യൂബേഴ്സ് ആയിട്ട് ഫിഫ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണ കാണാം. ഫുട്ബോൾ എക്സ്ക്ലൂഡ് ആക്കിയാൽ തന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പരിപാടികളിലും ആളെ കാണാം. ഹാലൻഡിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും റീൽ ഉണ്ടാക്കിയാൽ അതിന്റെ അടിയിൽ ആളുടെ കമന്റും കാണാം. അപ്പോ ഹീസ് ലൈക്ക് ഹി ഹാസ് ടൈം ഫോർ എവറിത്തിങ്. പക്ഷെ കളിയിലേക്ക് വരുമ്പോൾ ഹീസ് എൻ അബ്സല്യൂട്ട് ബീസ്റ്റ്. ഇതാണ് ശരിക്കും വേണ്ടത്. ദാറ്റ് ഈസ് ഹൗ വർക്ക് ലൈഫ് ബാലൻസ് ഷുഡ് ലുക്ക് ലൈക്ക്. കാരണം കരിയർ ആയാലും റിലേഷൻ ആയാലും ഇതൊക്കെ ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് മാത്രമാണ്, അല്ലാതെ ദിസ് ഈസ് ഇൻ യുവർ ഹോൾ ലൈഫ് ഓർ ഐഡന്റിറ്റി. അതുപോലെ ഹാലൻഡ് പറയുന്നുണ്ട്, റിട്ടയർ ആയി കഴിഞ്ഞാൽ എനിക്ക് വല്ല പാടത്ത് പോയി പണിയെടുത്ത് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. അല്ലാതെ ഇപ്പോൾ ഫുട്ബോളർ ആയെന്ന് വെച്ച് ഞാൻ ഏതെങ്കിലും ഫുട്ബോൾ ക്ലബിന് കോച്ച് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ തന്നെ ജീവിതം ജീവിച്ച് അവസാനിപ്പിക്കും. നോ, ഈവൻ കളിയിൽ വരെ കാണാം വളരെ കൂളായിട്ട് നടന്നു പോകണ കാണാം. പക്ഷെ ബോൾ കാലിൽ കിട്ടി കഴിഞ്ഞാണ്ടല്ലോ. സോ നമുക്ക് ആബ്സല്യൂട്ട് ബെസ്റ്റ് ആവാൻ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് അതിനു വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ലാന്ന്.